ഹായ്, +2 മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ. സ്കൂളുകളിലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാകും. ഈ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. അവസാനം വരെ കാണണം. എന്നിട്ട് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് പരിശോധിക്കണം. ആൻഡ് ഈ ചാപ്റ്ററിലെ എല്ലാ കണ്ടന്റുകളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് ഈ 5 ചോദ്യങ്ങളുള്ളത്. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻ. ഇനി നിങ്ങൾക്കൊന്നും അറിയില്ല ഈ ചാപ്റ്ററിനെ പറ്റി, ഒരു സംഭവം റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനിൽ പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മളെ എജ്യൂപോർട്ടിൻ്റെ +2 ചാനൽ നിങ്ങൾക്ക് ലൈവായിട്ട് ഒരു 2 വീക്ക് അഗോ നടന്നൊരു ലൈവ് ഉണ്ടായിരുന്നു. അത് നിങ്ങൾ കാണണം. ഈ ചാപ്റ്ററിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയുന്നൊരു 2 ഹവറിൻ്റെ ലൈവാണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ ഈ വീഡിയോയും കൂടി കാണണം കേട്ടോ. നോക്കിക്കോ, ഇതിൽ നിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ റിലേഷൻ ആർ. ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. 1 3 1 1 2 2 3 3 3 1 ഡിഫൈൻഡ് ഓൺ എ സെറ്റ് എ ഈക്വൽ ടു 1 2 3. ഷോ ദാറ്റ് ആർ ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. എന്താ ഇക്വാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ? അപ്പോൾ അത് ആദ്യം പറയണം. ഒരു റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആകണമെങ്കിൽ അത് റിഫ്ലെക്സീവ് ആയിരിക്കണം, അതേപോലെ തന്നെ സിമെട്രിക് ആയിരിക്കണം, ആൻഡ് അതേപോലെ തന്നെ ട്രാൻസിറ്റീവ് ആയിരിക്കണം. റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആകുന്ന റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുക? ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയുക. അപ്പോൾ ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം, സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് ഡിഫൈൻ ചെയ്ത സെറ്റ് നോക്ക് നിങ്ങൾ, 1 2 3. അപ്പം നമ്മൾ ആദ്യം റിഫ്ലെക്സീവ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്നറിയോ? റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ എന്താ? ഈ ഡിഫൈൻ ചെയ്ത സെറ്റിലുള്ള എല്ലാ എലമെൻറ്റും ആ എലമെൻറ്റുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്തിരിക്കണം. അതായത് 1 ഇതിലുണ്ടെങ്കിൽ 1 1ഉം 2 ഇതിലുണ്ടെങ്കിൽ 2 2ഉം 3 ഇതിലുണ്ടെങ്കിൽ 3 3 എന്ന് പറയുന്ന പേഴ്സ് അവിടെ നിങ്ങൾക്ക് വേണം. അങ്ങനെ ഉണ്ടോ നോക്ക്. 1 1 എന്ന് പറയുന്ന ഒരു ഓഡേഡ് പേരുണ്ട്, 2 2 എന്ന് പറയുന്ന ഒരു ഓഡേഡ് പേരുണ്ട്, 3 3 എന്ന് പറയുന്ന ഒരു ഓഡേഡ് പേരുണ്ട്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് റീസൺ ചെയ്താം. 1 1 2 2 3 3 ബിലോങ്സ് ടു ആർ. ഇത് മൂന്നും ആ റിലേഷനിലുണ്ട്. സോ നിങ്ങളുടെ ഈ റിലേഷൻ എന്തായിരിക്കും? ഇതൊരു റിഫ്ലെക്സീവ് റിലേഷനാണ്, വലിയ സംശയമൊന്നുമില്ല. ദിസ് ഈസ് എ റിഫ്ലെക്സീവ് റിലേഷൻ. സിമ്പിൾ, വെരി ഈസി. രണ്ടാമത്തത് സിമെട്രിക് ആണെന്ന് നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യാം? എന്താ സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ? സിമെട്രിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ ബി ഉണ്ടെങ്കിൽ, ഇതാണ് സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ. എ ബി റിലേഷനിൽ ഉണ്ടെങ്കിൽ ദെൻ ആരുണ്ടായിരിക്കണം? ഇത് തല തിരിച്ചിട്ടാൽ കിട്ടുന്ന ബി എയും റിലേഷനിൽ ഉണ്ടാകണം. ഇതാണ് സിമെട്രിക് റിലേഷൻ്റെ കണ്ടീഷൻ. ഇഫ് എ ബി ബിലോങ്സ് ടു ആർ ദെൻ ബി എ ബിലോങ്സ് ടു ആർ. എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടായിരിക്കണം. എ ബി ഇല്ലെങ്കിലോ പ്രശ്നമല്ല. അപ്പോൾ നിങ്ങൾ നോക്ക്, ഇവിടെ ആദ്യം 1 3 എന്ന് പറയുന്ന ഒരാളുണ്ട്. ഇത് എ ബി ആയിട്ട് കൺസിഡർ ചെയ്യും, എ ബി. അപ്പോൾ ഇത് തല തിരിച്ചിട്ട ബി എ, അതായത് 1 3 തല തിരിച്ചിട്ട 3 1. അപ്പോൾ 3 1ഉം ഈ റിലേഷനിൽ ഉണ്ടെങ്കിലേ ഇത് സിമെട്രിക് ആവും. അപ്പോൾ നോക്ക്, 1 3 ഉണ്ട്, 3 1 ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആയി. ആദ്യത്തെ ഒരു പെയറിൽ കേട്ടോ, ബാക്കിയുള്ള എല്ലാവരെയും നോക്കണം. 1 1 തല തിരിച്ചാലും അത് തന്നെയാണ് കിട്ടുക, അത് അവിടെ ഉണ്ട്. അത് പിന്നെ പരിഗണിക്കണ്ട. 2 2 തല തിരിച്ചിട്ടാലും അത് തന്നെയാണ് കിട്ടുക, അതും അവിടെ ഉണ്ട്. 3 3 തല തിരിച്ചിട്ടാലും 3 3 തന്നെ കിട്ടുക, അപ്പോൾ അതും അവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരുമായി ക്ലിയർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് റീസൺ നമ്മൾ നോക്കിയ സമയത്ത് ഒരൊറ്റ ആളെ മാത്രം പരിഗണിച്ചിട്ട് ഇതിൽ നമുക്ക് സിമെട്രിക് ആണോ അല്ലേ എന്ന് പറയാം. സോ നിങ്ങൾ ഇങ്ങനെ റീസൺ എഴുതിയാൽ മതി. 1 3 ആൻഡ് അത് തല തിരിച്ചിട്ടാൽ കിട്ടുന്ന 3 1 ബിലോങ്സ് ടു ആർ. സോ ഇറ്റ് ഈസ് സിമെട്രിക്. അതുകൊണ്ട് ഇതെന്താണെടാ? സിമെട്രിക് ആണ്. സോ ഇറ്റ് ഈസ് സിമെട്രിക്. ക്ലിയർ, ഈസി. ഇനി അടുത്ത് നോക്ക്, റിഫ്ലെക്സീവ് ആണെന്നും സിമെട്രിക് ആണെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് ട്രാൻസിറ്റീവ് കൂടി തെളിയിക്കണം. എന്തായാലേ ഇക്വാലൻസ് ആകും. ട്രാൻസിറ്റീവ് ആണോ അല്ലേ എന്നുള്ളത് നോക്കുകയാണ്. ട്രാൻസിറ്റീവ് റിലേഷൻ, ഞാൻ ആദ്യം ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ എഴുതാം. ഇഫ് എ ബി ബി സി, എ ബിയും ബി സിയും നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ ദെൻ ആരുണ്ടായിരിക്കണം? എ സി റിലേഷനിൽ ഉണ്ടാകണം. അങ്ങനെയാണ് മാത്രമേ ട്രാൻസിറ്റീവ്. എന്താ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കെ. ഇവിടെ എൻഡ് ചെയ്യുന്ന, അതായത് ഒരു ഓഡയുടെ പേരുണ്ട്, അതിൽ എൻഡ് ചെയ്യുന്ന ആൾ ആരാണോ അതിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരാൾ എ ബി ഉണ്ട്. അപ്പോൾ ബി സി ഉണ്ടായിരിക്കണം. എ ബിയും ബി സി ഉണ്ടെങ്കിൽ ഇയാൾ ഈ എയും ഈ സിയും ചേർന്നിട്ടുള്ള എ സിയും കൂടി ആ റിലേഷനിൽ വേണം, എങ്കിൽ മാത്രമേ ട്രാൻസിറ്റീവ് ആവും. അപ്പോൾ ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാം. സിമ്പിളാണ്. 1 3 3ൽ എൻഡ് ചെയ്തു. അപ്പോൾ 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളെ നോക്ക് നിങ്ങൾ. 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആളെ വെച്ചിട്ട് തന്നെ പറയണേ. 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 3. അപ്പോൾ 1 3 ഉണ്ട്, 3 3 ഉണ്ട്. അപ്പോൾ ഈ 1ഉം ഈ 3യും ചേർന്നിട്ട് 1 3 വേണം. 1 3 ഉണ്ടോ നോക്ക്. 1 3 ഉണ്ട്, 1 3 ഉണ്ട്, നോ പ്രോബ്ലം. ഇനി അടുത്തത് 1 3 3ൽ എൻഡ് ചെയ്യുന്നതാ, 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 1. 1 3ൽ എൻഡ് ചെയ്തു, 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു പെയർ. അപ്പോൾ അതും നോക്കണം നമ്മൾ. ഒന്നിൽ മാത്രം നോക്കി നിർത്താൻ പറ്റൂല. 1 3 ഉണ്ട്, അതേപോലെ തന്നെ 3 1 ഉണ്ട്. ആര് വേണം? 1 1 വേണം. 1 1 ഇവിടെ ഉണ്ടല്ലോ, പ്രശ്നമല്ല. അപ്പോൾ 3ൽ എൻഡ് ചെയ്തു, 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ പെയറുമായിട്ട് നമുക്ക് കിട്ടാവുന്ന പോസിബിലിറ്റീസ് ഒക്കെ നമ്മൾ നോക്കി. ഇനി 1ൽ എൻഡ് ചെയ്തു, 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന പേഴ്സ് ഒരു 1 3 ഉള്ളത്. 1 1
1 3. അപ്പോൾ ഇവിടുത്തെ 1ഉം ഇവിടുത്തെ 3യും ചേർത്തിട്ട് 1 3 ഉണ്ടാകണം. അതും ഇവിടെ ഉണ്ട്, നോ പ്രോബ്ലം. പിന്നെ 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കി, ഇല്ല. 2 2, 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2ൽ എൻഡ് ചെയ്തു, 2ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നോക്കി, ഇല്ല. 3 3, 3ൽ എൻഡ് ചെയ്തു, 3ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആരുണ്ടോ നോക്കുക. 3 1 ഉണ്ട്, 3 1. അപ്പോൾ 3 3 ഉണ്ട്, 3 1 ഉണ്ട്. ആര് വേണം? 3 1 വേണം. അപ്പോൾ 3 1 ഇവിടെ ഉണ്ടല്ലോ, 3 1 ഇവിടെ ഉണ്ടല്ലോ, നോ പ്രോബ്ലം. അടുത്തത് 3 1, 1ൽ എൻഡ് ചെയ്തു. ഇനി 1 സ്റ്റാർട്ട് ചെയ്യുന്ന ആളുണ്ടോ നോക്ക്. 3 1, 1ൽ എൻഡ് ചെയ്തു, 1 സ്റ്റാർട്ട് ചെയ്യുന്ന ആൾ 1 3. അപ്പോൾ 3 1 ഉണ്ട്, 1 3 ഉണ്ട്. അപ്പോൾ ഈ 3യും ചേർത്തിട്ട് 3 3 ഉണ്ടായാൽ മതി. 3 3 ഉണ്ടല്ലോ, നോ പ്രോബ്ലം. 3 1 ഉണ്ട്, 1 1 ഉണ്ട്. 3യും ഈ 1ഉം ചേർന്നിട്ട് 3 1 ഉണ്ടാകണം, അതും ഇവിടെ ഉണ്ട്. അപ്പോൾ കണ്ടീഷൻ ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ്. നിങ്ങൾ ഒരു റീസൺ, ഏതെങ്കിലും ഒരു റീസൺ എഴുതി കൊടുത്താൽ മതി. 1 3 ആൻഡ് 3 1 ബിലോങ്സ് ടു ആർ. 1 3യും 3 1ഉം ഉണ്ട്. ആൻഡ് 1 1, ഈ 1ഉം ഈ 1ഉം ചേർന്നിട്ടുള്ള ആൻഡ് 1 1 ഓൾസോ ബിലോങ്സ് ടു ആർ. 1 1ഉം എന്താണ്? നിങ്ങളുടെ റിലേഷനിലുണ്ട്. സോ ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. അതുകൊണ്ട് നമുക്ക് എന്താന്ന് പറയാം? ഇതൊരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് പറയാം. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ്. ഇത് മൂന്നും കൂടി ആണെങ്കിൽ, അതായത് റിഫ്ലെക്സീവായി, സിമെട്രിക്കായി, ട്രാൻസിറ്റീവായി, ഇത് മൂന്നും കൂടി ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ദിസ് റിലേഷൻ ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. മൂന്നുമാണെങ്കിൽ മാത്രമേ ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പറയൂ. ഏതെങ്കിലും ഒന്നല്ലെങ്കിൽ പോലും നമ്മളത് ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പറയില്ല. വെരി സിമ്പിൾ തിങ്. ആൻഡ് ഈ ഒരു കൺസെപ്റ്റ് നല്ലതുപോലെ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? ഓക്കെ. ഇനിയെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് കുറച്ചുകൂടി ഒരു വേറെ രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുള്ളത്. ഇതിനൊക്കെ എങ്ങനെയാണ് നമ്മൾ ഇക്വാലൻസ് റിലേഷൻ എന്ന് പ്രൂവ് ചെയ്യുക? നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ വായിക്കി. ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ്. അതായത് റിലേഷൻ ഉണ്ടെങ്കിൽ അത് എക്സ് വൈ എന്ന് പറയുന്ന ഓടയുടെ പേരായിട്ടാണ് ഉണ്ടാവുക. എക്സിന് കുറേ വാല്യൂസ് വരാം, വൈക്ക് കുറേ വാല്യൂസ് വരാം, എന്തെങ്കിലും ആവട്ടെ. എക്സ് വൈ ബിലോങ്സ് ടു സെഡ്. എക്സും വൈയും ഒക്കെ സെഡ് എന്ന് പറഞ്ഞാൽ എന്താടാ? ഇൻഡിജേഴ്സിൻ്റെ സെറ്റാ. സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സിൻ്റെ സെറ്റിനെയാണ് നമ്മൾ സെഡ് എന്ന് പറയുക. നോട്ട് ഇറ്റ്. സോ പോയിന്റ് നോട്ട് ചെയ്യണേ. ആൻഡ് എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻഡിജർ. ഓക്കെ, എക്സ് മൈനസ് വൈ ഒരു ഇൻഡിജർ ആണ്. റെഡി? അപ്പോൾ എക്സ് മൈനസ് വൈ ഇൻഡിജർ ആണെങ്കിൽ നമുക്ക് എക്സ് കോമ വൈ എന്ന് പറഞ്ഞിട്ട് ആ റിലേഷനിൽ ഒടയുടെ പേര് എഴുതാം. ക്ലിയർ? എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് ഒരു ഇൻഡിജർ ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ് കോമ വൈ എന്ന് പറഞ്ഞ് റിലേഷനിൽ എഴുതാം, നോ പ്രോബ്ലം. ആൻഡ് ഷോ ദാറ്റ് ആർ ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. ഞാൻ ആദ്യം റിഫ്ലെക്സീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാം. റിഫ്ലെക്സീവ് ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താ? എക്സ് എക്സ് അല്ലെങ്കിൽ എ എ റിലേഷൻ ഉണ്ടായിരിക്കണം. ഈ ഡിഫൈൻ ചെയ്ത സെറ്റ്, എടാ നോക്കിക്കോ നിങ്ങൾ, ആർ ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ എന്ന് പറഞ്ഞത് ഇതെന്തായാലും എക്സും വൈയും നിങ്ങളോട് പറഞ്ഞത് ഇൻഡിജറിലായിരിക്കണം എന്ന്. അപ്പോൾ എക്സും വൈയും ഒക്കെ നിങ്ങൾ എന്തെടുത്താലും അത് ഇൻഡിജറിന് തന്നെ ആയിരിക്കണം. സോ എക്സ് എക്സ് റിലേഷനിൽ ഉണ്ട് എന്ന് വിചാരിച്ചോ. ഇഫ് എക്സ് എക്സ് ബിലോങ്സ് ടു ആർ, എക്സ് എക്സ് റിലേഷനിൽ ഉണ്ടെങ്കിൽ എന്താ കണ്ടീഷൻ? എക്സ് വൈ ഉണ്ടെങ്കിൽ എക്സ് മൈനസ് വൈ ഇൻഡിജർ ആവണം. അപ്പോൾ എക്സ് എക്സ് റിലേഷനിൽ ഉണ്ടെങ്കിൽ മാത്രമേ റിഫ്ലെക്സീവ് ആവും. ഒരു എലമെൻറ്റും ആ എലമെൻറ്റും ആയിട്ട് തന്നെ റിലേറ്റ് ചെയ്തിരിക്കണം. ഫോർ എവരി എക്സ് ബിലോങ്സ് ടു സെഡ്, എക്സോ ഏത് ഇൻഡിജർ ആണെങ്കിലും ആവട്ടെ, എക്സ് എക്സ് റിലേഷനിലുണ്ടെങ്കിൽ ഈ കണ്ടീഷൻ പ്രകാരം എക്സ് മൈനസ് വൈ ഇൻഡിജർ ആയാൽ മതി. പക്ഷേ ഇവിടെ എക്സ് മൈനസ് വൈ അല്ല, എക്സ് എക്സ് ആണെങ്കിൽ എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻഡിജർ. എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ആടാ. അപ്പോൾ 0 ഒരു ഇൻഡിജറാ. 0 ഈസ് ആൻ ഇൻഡിജർ. 0 ഒരു ഇൻഡിജറാണ്. 0 ഒരു ഇൻഡിജർ ആയതുകൊണ്ട് ഇത് കറക്റ്റാ. അപ്പോൾ ആർ ഈസ് റിഫ്ലെക്സീവ് എന്ന് നമുക്ക് പറയാം. എടാ 0 ഇൻഡിജർ അല്ലേ? ശരിയാണ്, 0 ഇൻഡിജറാ. 0 ഇൻഡിജർ ആണെങ്കിൽ എക്സ് മൈനസ് എക്സ് ഇൻഡിജർ ആയതുകൊണ്ട് എക്സും എക്സും ഈ റിലേഷനിൽ ഉണ്ടാകും. സിമ്പിൾ, ഈസി. ഇനി രണ്ടാമത്തത് നോക്ക്. രണ്ടാമത്തത് റിഫ്ലെക്സീവ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് സിമെട്രിക്. എങ്ങനെയാണ് ഇത് സിമെട്രിക് ആണെന്ന് പറയാം? അതും ഈസിയാ. ഇഫ് എക്സ് വൈ ബിലോങ്സ് ടു ആർ, എക്സ് വൈ നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണെന്ന് അറിയോ? എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻഡിജർ. എക്സ് മൈനസ് വൈ എന്തായാൽ മതി? ഒരു ഇൻഡിജർ ആയാൽ മതി. എക്സ് മൈനസ് വൈ ഇൻഡിജർ ആണെങ്കിൽ മാത്രമേ നമ്മൾ എക്സ് വൈ റിലേഷനിൽ ഉണ്ടെന്ന് പറയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എക്സും വൈയും എന്തായാലും ഏതെങ്കിലും ഒരു ഇൻഡിജർ ആണ്. ഇപ്പം ഞാൻ എക്സിന് പകരം ഒരു 4ഉം വൈക്ക് പകരം ഒരു 1ഉം കൊടുത്തു. എക്സ് മൈനസ് വൈ ചെയ്താൽ എനിക്ക് 4 മൈനസ് 1 വിച്ച് ഈസ് ഈക്വൽ ടു 3 എന്നല്ലേ കിട്ടുക? ഇതൊരു ഇൻഡിജറാ, കറക്റ്റാ. ഇനി ഇത് നേരെ തല തിരിച്ചിട്ടിട്ട് നോക്ക്, 4 മൈനസ് 1 ഞാൻ നേരെ തല തിരിച്ച് വൈ മൈനസ് എക്സ് എഴുതി. വൈ മൈനസ് എക്സ് എഴുതിയ 1 മൈനസ് 4 എന്ന് എഴുതി. 1 മൈനസ് 4 എന്ന് പറഞ്ഞാൽ -3, അതും ഇൻഡിജറാ. അപ്പോൾ രണ്ട് നമ്പർ എക്സ് മൈനസ് വൈ ഇൻഡിജർ ആണെങ്കിൽ ഷുവറാണ് അത് തല തിരിച്ച് നമ്മൾ സബ്ട്രാക്ട് ചെയ്താലും വൈ മൈനസ് എക്സും എന്ത് തന്നെയാണ് കിട്ടുക? ഇൻഡിജറാ. ഇതിപ്പോൾ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ ഇത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുക. ഇത് നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഇത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും കിട്ടുക. സൈന് മാറുന്നേ ഉള്ളൂ. ശരിയല്ലേ? അപ്പോൾ നോക്കി, എക്സ് മൈനസ് വൈ ഇൻഡിജർ ആണെങ്കിൽ വൈ മൈനസ് എക്സും ഇൻഡിജറാണ്. അപ്പോൾ നമുക്കൊരു കാര്യം പറയാം, വൈ മൈനസ് എക്സ് ഇൻഡിജർ ആണെങ്കിൽ
അത് ഉറപ്പല്ലേ നിങ്ങളുടെ വൈ എക്സ് എന്ന് പറയുന്നത് ആ റിലേഷനിലായിരിക്കും എന്ന്? കാരണം നമ്മുടെ കണ്ടീഷൻ അതാ, എക്സ് മൈനസ് വൈ ഇൻറ്റീജർ ആണെങ്കിൽ എക്സ് വൈ റിലേഷനിൽ ഉണ്ടായിരിക്കും, അതിലൊരു ഓർഡേഡ് പെയർ ആയിരിക്കും. വൈ മൈനസ് എക്സ് ഇൻറ്റീജർ ആണെങ്കിൽ വൈ എക്സ് റിലേഷനിൽ ഉണ്ടായിരിക്കും. ഇനി നോക്ക്, എക്സ് വൈ റിലേഷനിൽ ഉണ്ടെങ്കിൽ വൈ എക്സും റിലേഷനിൽ ഉണ്ടാകും. ഇതെന്താണോ അത് തല തിരിച്ചിട്ടുള്ള പെയറും ആ റിലേഷനിൽ തന്നെ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ ഇറ്റ് ഈസ് സിമെട്രിക്. അതുകൊണ്ട് നമ്മൾ എന്താ പറയാന്നറിയോ, ഇതൊരു സിമെട്രിക് റിലേഷൻ ആണ് എന്ന് പറയും. ക്ലിയർ? ഇനി ട്രാൻസിറ്റീവ് ആണോ അല്ലേ എന്നുള്ളത് നോക്കണം. അതുകൂടി കിട്ടിയാലല്ലേ നമുക്ക് ഇക്വാലൻസ് ആണ് എന്ന് പറയാൻ പറ്റും. ട്രാൻസിറ്റീവ് റിലേഷൻ ആകണമെങ്കിൽ നോക്ക്, നമ്മുടെ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ട്രാൻസിറ്റീവ് ആകണമെങ്കിൽ ട്രാൻസിറ്റീവ് ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ട്രാൻസിറ്റീവ്, ഞാൻ ആദ്യം തന്നെ എക്സ് വൈയും വൈ സെഡും റിലേഷനിലുണ്ട് എന്ന് പറഞ്ഞു. എക്സ് വൈ ബിലോങ്സ് ടു ആർ. അതേപോലെ തന്നെ വൈയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേറൊരു പെയർ വൈ സെഡും ബിലോങ്സ് ടു ആർ. എക്സ് വൈ റിലേഷനിൽ ഉണ്ടെങ്കിൽ എക്സ് മൈനസ് വൈ ഈസ് ആൻ ഇൻറ്റീജർ. എക്സ് മൈനസ് വൈ എന്തായിരിക്കും? ഒരു ഇൻറ്റീജർ ആയിരിക്കും. നോ പ്രോബ്ലം. ഓക്കെ, എക്സ് വൈ റിലേഷനിൽ ഉണ്ടെങ്കിൽ എക്സ് മൈനസ് വൈ ഇൻറ്റീജർ ആയിരിക്കും. വൈ സെഡ് റിലേഷനിൽ ഉണ്ടെങ്കിൽ വൈ മൈനസ് സെഡും ഒരു ഇൻറ്റീജർ ആയിരിക്കും. വൈ മൈനസ് സെഡ് ഈസ് ആൻ ഇൻറ്റീജർ. ഇതും പ്രശ്നമല്ല. ഇനി എൻ്റെ ചോദ്യം, രണ്ട് ഇൻറ്റീജേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ എക്സ് സെഡും കൂടി റിലേഷനിൽ ഉണ്ടെങ്കിലേ ഇത് ട്രാൻസിറ്റീവ് ആവും, ശരിയല്ലേ? എക്സ് വൈ ഉണ്ട്, വൈ സെഡ് ഉണ്ട്. ആര് വേണം? ഈ എക്സും ഈ സെഡും ചേർത്തിട്ടുള്ള എക്സ് സെഡ് എന്ന് പറയുന്ന ഒരു പെയർ നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടാകണം. സോ എക്സ് മൈനസ് വൈയും ഇൻറ്റീജർ ആണ്, വൈ മൈനസ് സെഡും ഇൻറ്റീജറാണ്. അപ്പോൾ ആര് റിലേഷനിൽ ഉണ്ടായിരിക്കണം? എക്സ് സെഡ് റിലേഷനിൽ ഉണ്ടാകണം. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. അതായത് ഒരു ഇൻറ്റീജർ ആണ് എക്സ് മൈനസ് വൈ ആൻഡ് വൈ മൈനസ് സെഡ് വേറൊരു ഇൻറ്റീജറാണ്. രണ്ട് ഇൻറ്റീജർ ആഡ് ചെയ്താൽ എന്തായാലും നിങ്ങൾക്ക് കിട്ടുന്നത് എക്സ് മൈനസ് വൈ ഇൻറ്റീജർ ആണ്, വൈ മൈനസ് സെഡ് ഇൻറ്റീജറാണ്. അപ്പോൾ രണ്ട് ഇൻറ്റീജർ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ഇൻറ്റീജർ തന്നെ. അപ്പോൾ ഈസ് ആൻ ഇൻറ്റീജർ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതും എന്ത് തന്നെയായിരിക്കും? ഒരു ഇൻറ്റീജർ തന്നെയായിരിക്കും. ഇനി ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. എക്സ് മൈനസ് വൈ പ്ലസ് വൈ, പ്ലസും മൈനസും മൈനസ് തന്നെ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതും കിട്ടുന്നത് ഒരു ഇൻറ്റീജർ. റെഡി? ഇനി മൈനസ് വൈയും പ്ലസ് വൈയും കട്ട് ചെയ്തൂടെ? മൈനസ് വൈയും പ്ലസ് വൈയും കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ ബാലൻസ് ഉള്ളതെന്ന് അറിയോ? എക്സ് മൈനസ് സെഡ് ഈസ് ആൻ ഇൻറ്റീജർ. ഒന്നുമില്ലടാ, രണ്ട് ഇൻറ്റീജേഴ്സ് ആഡ് ചെയ്താൽ കിട്ടുന്നത് ഒരു ഇൻറ്റീജർ ആയതുകൊണ്ട് എക്സ് മൈനസ് വൈയും വൈ മൈനസ് സെഡും ആഡ് ചെയ്തു. മൈനസ് വൈ പ്ലസ് വൈ ക്യാൻസൽ ചെയ്ത് പോകും. എക്സ് മൈനസ് സെഡ് എന്നാണ് കിട്ടുക. എക്സ് മൈനസ് സെഡ് ഈസ് ആൻ ഇൻറ്റീജർ എന്ന് കിട്ടി. ഇനി നോക്ക്, എക്സ് മൈനസ് വൈ ഇൻറ്റീജർ ആണെങ്കിൽ എക്സ് വൈ റിലേഷനിൽ ഉള്ളതാ. അപ്പോൾ എക്സ് മൈനസ് സെഡ് ഇൻറ്റീജർ ആണെങ്കിൽ നമുക്കൊരു കാര്യം പറയാം, എക്സ് സെഡ് ബിലോങ്സ് ടു ദിസ് റിലേഷൻ, ശരിയല്ലേ? അപ്പോൾ എക്സ് വൈ ഉണ്ട്, വൈ സെഡ് ഉണ്ട്, എക്സ് സെഡ് ഉണ്ട്. സോ ഇറ്റ് ഈസ് ട്രാൻസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ട്രാൻസിറ്റീവ് റിലേഷനാണ്. സിമ്പിൾ കാര്യം. അപ്പോൾ ഇത് എക്സാമിനൊക്കെ ചോദിക്കാറുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നോട്ട് ചെയ്തോ, പഠിച്ചു വെച്ചോ. അപ്പോൾ റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? ദിസ് റിലേഷൻ ഈസ് ആൻ ഇക്വാലൻസ് റിലേഷൻ. ഈ റിലേഷൻ എന്ന് പറയുന്നത് ഒരു ഇക്വാലൻസ് റിലേഷനാണ്. മേക്ക് ഇറ്റ് സിമ്പിൾ. വളരെ ഈസിയാണ്, സിമ്പിളായിട്ട് പഠിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. റിലേഷനിൽ രണ്ട് ചോദ്യം ചെയ്തു. ഇനി നമുക്ക് ഫംഗ്ഷനിൽ രണ്ട് ചോദ്യം ചെയ്യാം. ലെറ്റ് എ ഈക്വൽ ടു 1 2 3 ബി ഈക്വൽ ടു 2 3 4 5. എഫ് ഫ്രം എ ടു ബി ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് കോമ വൈ സച്ച് ദാറ്റ് വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1. വൈയും എക്സും തമ്മിലുള്ള ബന്ധം എന്താ? എക്സിനോട് ഒന്ന് കൂട്ടിയതാണ് വൈ. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്നറിയോ? എയിൽ നിന്ന് ബിയിലേക്കല്ലേ, നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവാനുള്ള ഒരു ഈസിനെസ്സിന് വേണ്ടിയിട്ട് ഞാൻ എ എന്ന് പറയുന്ന സെറ്റും കൊടുത്തു, ബി എന്ന് പറയുന്ന ഒരു സെറ്റും കൊടുത്തു. ഓക്കെ, റെഡി? മോശമൊന്നുമില്ല. എക്സ് എന്താണോ അതിനോടൊന്ന് കൂട്ടിയതാ വൈ. ശരിയാണ്, എക്സ് ഒക്കെ എന്തായാലും എയിലുള്ളതായിരിക്കണം, വൈ ഒക്കെ എന്തായാലും ബിയിലുള്ളതായിരിക്കണം. കാരണം ഫംഗ്ഷൻ എയിൽ നിന്ന് ബിയിലേക്കാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ വൈ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 എന്നല്ലേ? എക്സിന് പകരം 1 കൊടുത്താൽ 1 + 1 ആയിരിക്കും വൈ കിട്ടുക. അതായത് വൈ കിട്ടി 2. എക്സിന് പകരം 1 കൊടുത്താൽ വൈ 2 കിട്ടും. എക്സിന് പകരം 2 കൊടുത്താൽ 2 + 1 3 ആയിരിക്കും നിങ്ങൾക്ക് വൈ കിട്ടുക. എക്സിന് 3 കൊടുത്താൽ 3 + 1 4 ആയിരിക്കും നിങ്ങൾക്ക് വൈ കിട്ടുക. ഇനിയൊന്നും കൊടുക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് ഈ 5 അവിടെ വെറുതെ ആയിട്ട് നിൽക്കും. ക്ലിയർ? ഇനി ചോദ്യം, ചെക്ക് വെദർ എഫ് ഈസ് 1 1 ആൻഡ് ഓൺ 2. ഫംഗ്ഷൻ 1 1 ആണോ? അതെ, എഫ് ഈസ് 1 1. ഈ ഫംഗ്ഷൻ 1 1 ആണ്. എന്തുകൊണ്ടാണ് ഈ ഫംഗ്ഷൻ 1 1 ആണ് എന്ന് പറയാൻ കാരണം? നോക്ക്, എവറി എലമെന്റ് ഓഫ് സെറ്റ് എ ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഇൻ സെറ്റ് ബി. അതുകൊണ്ട് ഇത് 1 1 ആടാ. ആദ്യത്തെ സെറ്റിലുള്ള എല്ലാവർക്കും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ്, അതായത് ഡിഫറെൻറ്റ് ഇമേജുകളാണെങ്കിൽ, ഇതാ നോക്കി, ഇവിടെ 1ന് 2 ഉള്ളൂ, 2ക്ക് 3 ഉള്ളൂ, 3ക്ക് 4 ഉള്ളൂ, വേറെ ഇമേജുകളൊന്നുമില്ല. ശരിയല്ലേ? ഇവിടെയുള്ള എല്ലാവർക്കും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ആണ് ആൻഡ് 1 ആൻഡ് ഓൺലി ഇമേജാണ്. പ്രശ്നമുണ്ടോ? നമ്മൾ 1 1 ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പഠിച്ചത് എങ്ങനെ? ആദ്യത്തെ സെറ്റിലുള്ള എല്ലാവർക്കും രണ്ടാമത്തെ സെറ്റിൽ ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ആയാൽ മതി. ഇവിടെയുള്ള എല്ലാവർക്കും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജാണ്. അതായത് 4ൻ്റെ അടുത്തേക്ക് വേറൊരാളെടുത്തൊന്നും വരുന്നില്ല.
അപ്പോൾ എവറി എലമെൻറ്റ് ഓഫ് സെറ്റ് എ ഹാസ്, സെറ്റ് എയിലുള്ള എല്ലാവർക്കും ഹാസ് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഇൻ സെറ്റ് ബി. ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ്, ബി എന്ന് പറയുന്ന സെറ്റിൽ ഡിഫറെൻറ്റ് ഇമേജുകളാണുള്ളത്. അതുകൊണ്ട് ദിസ് ഫംഗ്ഷൻ ഈസ് 1 1. ഇനി അഥവാ ഇപ്പോൾ നിങ്ങളുടെ ഇവിടെ ഒരു 4 കൂടി കൊടുത്താൽ 4ഉം 4ലേക്ക് വരികയാണെങ്കിൽ ഇത് 1 1 അല്ല. കാരണം 4ന് നോക്ക്, 4 എന്ന് പറയുന്ന ഇതിന് 2 പ്രീ ഇമേജ് ഉണ്ട്, അല്ലെങ്കിൽ 3ൻ്റെയും 4ൻ്റെയും ഇമേജ് സെയിമാണ്. അപ്പോൾ ഇതെന്താവില്ല, 1 1 ആവില്ല. അതാണ് കണ്ടീഷൻ. ഓക്കെ, പോട്ടെ. ഇനി അടുത്തത് രണ്ടാമത്തത് എഫ് ഈസ് ഓൺ ടു ആണോ? അല്ല. എന്തുകൊണ്ടാണ് ഓൺ ടു അല്ലാത്തത്? ഇത് ഓൺ ടു ഫംഗ്ഷൻ അല്ല. വൈ? ഓൺ ടു ആകണമെങ്കിലുള്ള റീസണ്, അല്ലെങ്കിൽ ഓൺ ടു ആകണമെങ്കിൽ ഇവിടെ ഉള്ള എല്ലാവർക്കും, അതായത് രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാവർക്കും പ്രീ ഇമേജ് വേണം. 2ൻ്റെ പ്രീ ഇമേജ് 1, 3യുടെ പ്രീ ഇമേജ് ആണ് 2, 4ൻ്റെ പ്രീ ഇമേജ് ആണ് 3. ബട്ട് ദർ ഇസ് നോ പ്രീ ഇമേജ് ഫോർ 5. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് റീസൺ ചെയ്തുക? നോ പ്രീ ഇമേജ് ഫോർ 5, നോ പ്രീ ഇമേജ് ഫോർ 5. 5ന് എന്തില്ല? പ്രീ ഇമേജ് ഇല്ല. സോ ദിസ് ഈസ് നോട്ട് ഓൺ ടു. അപ്പോൾ ഇതാണ് സംഭവം. ശരി, അപ്പോൾ 1 1 ഓൺ ടു ആണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷനെ ബൈജക്റ്റീവ് എന്ന് പറയായിരുന്നു. ബൈജക്റ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ എന്നും പറയും. ഫംഗ്ഷൻ ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. ബൈജക്റ്റീവ് ആകണമെങ്കിൽ 1 1 ആയിരിക്കണം, ഓൺ ടു ആയിരിക്കണം. ഇവിടെ ഓൺ ടു അല്ല, അതുകൊണ്ട് ഇത് ബൈജക്റ്റീവ് അല്ല. സിമ്പിൾ റീസൺ ആണ്. 1 1 ആണെങ്കിൽ ആദ്യത്തെ സെറ്റിലുള്ള എല്ലാവർക്കും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് വേണം രണ്ടാമത്തെ സെറ്റിൽ. ഓൺ ടു ആണെങ്കിൽ രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാവർക്കും പ്രീ ഇമേജ് വേണം. ഫോർ എവരി എലമെൻറ്റ് ഓഫ് ബി ദർ ഇസ് എ പ്രീ ഇമേജ് ഇൻ എ. അങ്ങനെയാണെങ്കിലേ ഓൺ ടു ആകും. ഓക്കെ, ആൻഡ് അടുത്ത ചോദ്യം നോക്ക്, ഒരു കുഞ്ഞു ചോദ്യം, സിമ്പിൾ. ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ, റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്കാണ്. ഇതൊക്കെ റിയൽ നമ്പേഴ്സ് ആട്ടോ. ഈ ആർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റിയൽ നമ്പേഴ്സ്. ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x. ഇതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x. ഓക്കെ, ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് ഹെൻസ് റൈറ്റ് ദ ഇൻവേഴ്സ് ഓഫ് ഫംഗ്ഷൻ. അത് ആദ്യം ഇൻവേർട്ടിബിൾ ആണ് എന്ന് കാണിക്കണം. നിങ്ങൾക്ക് പല രീതിയിൽ ഇത് ചെയ്യാം. നിങ്ങൾ 1 1ഉം ഓൺ ടു ആണ് എന്ന് കാണിച്ചു കൊടുത്താൽ മതി. അത് ഏത് രീതിയിൽ ചെയ്താലും നിങ്ങൾക്ക് ആൻസർ കിട്ടും. പക്ഷെ അത് കറക്റ്റ് ഒരു പ്രോപ്പർ മെത്തേഡ് ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. റെഡി? സോ ഗ്രാഫ് വരച്ച് ചെയ്യാം, ആരോ ഡയഗ്രാം വെച്ച് കാണിച്ചു കൊടുക്കാം. ഇനി അല്ലെങ്കിൽ 1 1 ഓൺ ടു പ്രൂവ് ചെയ്യുന്ന കണ്ടീഷൻ വെച്ച് കാണിച്ചു കൊടുക്കാം. നമുക്കൊന്ന് പ്രൂവ് ചെയ്യുന്ന കണ്ടീഷൻ വെച്ച് കാണിച്ചു കൊടുക്കാം. 1 1 ആണെങ്കിലുള്ള കണ്ടീഷൻ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ലെറ്റ് എഫ് ഓഫ് x1 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുക്കുക. അതായത് എഫ് ഓഫ് x1 എഫ് ഓഫ് x2 ഈക്വൽ ആണ് എന്നെടുത്തിട്ട് അവസാനം x1 ഈസ് ഈക്വൽ ടു x2 ആണ് എങ്കിൽ ഈ ഫംഗ്ഷൻ 1 1 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ഈ ഫംഗ്ഷൻ്റെ കേസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 4x ആണ്. എഫ് ഓഫ് x1 എന്ന് പറയുമ്പോൾ അപ്പോൾ 4x1 എന്ന് വരും. എഫ് ഓഫ് x2 എന്ന് പറയുമ്പോൾ 4x2 എന്നും വരും. സിമ്പിൾ. 4x1 ഈസ് ഈക്വൽ ടു 4x2. അപ്പോൾ ഈ 4ഉം 4ഉം കട്ട് ചെയ്യൂലേ? അങ്ങനെയാണെങ്കിൽ x1 ഈസ് ഈക്വൽ ടു x2 എന്ന് കിട്ടൂലേ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. x1 ഈക്വൽ ടു x2 ആണെങ്കിൽ ദ ഫംഗ്ഷൻ എഫ് ഈസ് 1 1 ആണ്. ഇതാണ് 1 1 ഫംഗ്ഷൻ്റെ കണ്ടീഷൻ. എന്തായിരുന്നു? എഫ് ഓഫ് x1ഉം എഫ് ഓഫ് x2ഉം ഈക്വൽ ആണെങ്കിൽ ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? x1 ഈസ് ഈക്വൽ ടു x2 എന്ന് എഴുതാം. സിമ്പിളാണ്. ഈ ഒരു ഐഡിയ, ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? ഇനി രണ്ടാമത്തത്, ഈ ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം? എടാ, ഒരു ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാവർക്കും പ്രീ ഇമേജ് വേണം. ഓക്കെ, ഇതിലും അങ്ങനത്തെ കണ്ടീഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്യാൻ ഈ ഒരു കണ്ടീഷനാണ് യൂസ് ചെയ്യുക. ഓൺ ടു ആണെങ്കിൽ വേറൊരു സംഭവം കൂടിയുണ്ട്. ഓൺ ടു ആണെങ്കിൽ ഇഫ് എ ഫംഗ്ഷൻ ഈസ് ഓൺ ടു, അതിൻ്റെ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയിരിക്കും. റേഞ്ച് ആൻഡ് കോഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ വിൽ ബി സെയിം. ഓക്കെ, ഈ ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, എഫ് ഫ്രം ആർ ടു ആർ ആണെങ്കിൽ സെക്കൻഡ് സെറ്റ് ഇതല്ലേ? ഈ സെക്കൻഡ് സെറ്റിനെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? കോഡൊമൈൻ എന്ന് പറയാം. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ കോഡൊമൈൻ എന്താ? കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ആറാ, റിയൽ നമ്പേഴ്സ്, എൻറ്റയർ റിയൽ നമ്പർ. ഇതാണ് കോഡൊമൈൻ. അപ്പോൾ കോഡൊമൈനും റേഞ്ചും സെയിം ആയിരിക്കണം. അങ്ങനെ ആയാലും മതി. അല്ലെങ്കിൽ രണ്ടാമത്തെ സെറ്റിലുള്ള എല്ലാവർക്കും പ്രീമേജ് ഉണ്ടായാൽ മതി. ക്ലിയർ? നോക്കാം നമുക്ക്. ഈ ഫംഗ്ഷൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x. എഫ് ഓഫ് എക്സിന് പകരം നിങ്ങൾ y എന്ന് കൊടുക്കുക. ഫംഗ്ഷൻ്റെ വാല്യൂസ് നമ്മൾ y ആക്സിലാണ് മാർക്ക് ചെയ്യാറുള്ളത്, അല്ലെങ്കിൽ y എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതാറുള്ളത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു 4x. ഇനി അടുത്തത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ചോദ്യങ്ങളിലൊക്കെ വരുന്ന ഒരു കോമൺ മെത്തേഡാണ്. ഇക്വേഷൻ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇത്, എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ ഈ ഇൻറ്റു 4 ഇങ്ങോട്ട് വരും. അപ്പോൾ y/4 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മൾ എന്താ പറയാമെന്നറിയോ? റേഞ്ച് എന്ന് പറഞ്ഞാൽ y വാല്യൂസാണ്. റേഞ്ച് ഈസ് ഈക്വൽ ടു y വാല്യൂസ്. y വാല്യൂസിനെയാണ് നമ്മൾ റേഞ്ച് എന്ന് പറയുക. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഡിനോമിനേറ്ററിൽ y ഉള്ള ടേം വന്നിട്ടെങ്കിൽ നമുക്കത് 0 ആകരുത് എന്നൊക്കെ പറയായിരുന്നു. പക്ഷേ ന്യൂമറേറ്ററിലെ y വന്നത്. ന്യൂമറേറ്ററിൽ y വന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല. വൈക്ക് ഏത് വാല്യൂ ആണെങ്കിലും വരാം. ഏത് y വാല്യൂ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എക്സ് ഉണ്ടാകുന്ന ഇതിൻ്റെ അർത്ഥം. അതായത് ഞാൻ -1 എടുത്താൽ -1/4 ആയിരിക്കും എക്സ്.
ഇവിടെ 3 എടുത്താൽ 3/4 ആയിരിക്കും എക്സ്. 0.25 എടുത്താൽ 0.25/4 ആയിരിക്കും എക്സ്. √3 എടുത്താൽ √3/4 ആയിരിക്കും എക്സ് വരിക. അതായത് ഇഫ് ദർ ഈസ് എനി വൈ ആൻഡ് ദർ ഈസ് എ എക്സ്, അതായത് നിങ്ങൾ രണ്ടാമത്തെ സെറ്റിൽ ഏതൊരു വൈ വാല്യൂ ഫംഗ്ഷൻ്റെ വാല്യൂ രണ്ടാമത്തെ സെറ്റിൽ ഉണ്ടാവുക എടുത്താലും നിങ്ങൾക്ക് ഒരു എക്സ് ഒരു പ്രീമേജ് ആദ്യത്തെ സെറ്റിൽ ഉണ്ടാകും. സോ വൈ വാല്യൂസ്, വൈ ക്യാൻ ബി എനി വാല്യൂസ്, വൈക്ക് ഏത് വാല്യൂ വേണമെങ്കിലും ആകാം. ഇത് ഡിനോമിനേറ്ററിലാണെങ്കിൽ നമ്മൾ കണ്ടീഷൻ പറയായിരുന്നു. ഡിനോമിനേറ്ററിലാണെങ്കിൽ ആ വാല്യൂ ഡിനോമിനേറ്ററിലുള്ള വാല്യൂ 0 ആകരുത് എന്ന് പറഞ്ഞ് നമ്മളൊരു കണ്ടീഷൻ ചെയ്തായിരുന്നു. അപ്പോൾ വൈ ക്യാൻ ബി എനി വാല്യൂ. എനി വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ റിയൽ നമ്പറും വരാം എന്നർത്ഥം. അതായത് റേഞ്ച് അല്ലേ വൈ വാല്യൂ. അപ്പോൾ റേഞ്ച് നിങ്ങൾക്ക് എല്ലാ റിയൽ നമ്പേഴ്സും വരാം, അങ്ങനെ പ്രത്യേകിച്ച് കണ്ടീഷനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? റേഞ്ചും കോഡൊമെയിനും ഇവിടുന്ന് ഈക്വൽ ആണ് എന്ന് കിട്ടി. റേഞ്ചും കോഡൊമെയിനും ഈക്വൽ ആണെങ്കിൽ നമുക്കൊരു കാര്യം പറയാം, ദ ഫംഗ്ഷൻ ഈസ് ഓൺ ടു. അപ്പോൾ ഫംഗ്ഷൻ ഓൺ ടു അല്ലേ. ആൻഡ് വൺ മോർ തിങ്, ഫംഗ്ഷൻ 1 ആണ്, ഓൺ ടു ആണ്. സോ ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ്. ഫംഗ്ഷൻ എന്തായിരിക്കും? ബൈജക്റ്റീവ് ആണ്. ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് ബൈജക്റ്റീവ് ആയത്? 1 ആൻഡ് ഓൺ ടു. ഈ ഫംഗ്ഷൻ 1 ഓൺ ടുമാണ്. സോ ഇറ്റ് ഈസ് ബൈജക്റ്റീവ്. ഓക്കെ, സോ ഒരു കാര്യം കൂടി ഉണ്ട്. ഇഫ് ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ് ദെൻ ഇറ്റ് ഈസ് ഇൻവേർട്ടിബിൾ. ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആണെങ്കിൽ അതിന് നമ്മൾ വേറൊരു കാര്യം കൂടി പറയും, അത് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണ്. ഇൻവേർട്ടിബിൾ, അതിന് ഇൻവേഴ്സ് ഉണ്ടാകും എന്നാണ് അതിൻ്റെ അർത്ഥം. ക്ലിയർ? അപ്പോൾ ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എഴുതണം. ഫംഗ്ഷൻ f(x) അല്ലേ, ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് f(x) എന്നാണ് എഴുതുക. ഇതെങ്ങനെ ചെയ്യാമെന്നറിയോ? നിങ്ങളിവിടെ x ഈക്വൽ ടു എന്ന് പറഞ്ഞ എഴുതുന്ന ഈ ഒരു എക്സ്പ്രഷൻ ഇല്ലേ, ഇത് വെച്ചിട്ടാണ് ഇൻവേഴ്സ് ചെയ്താൽ. x ഈക്വൽ ടു എന്ന് പറഞ്ഞ ഈ എഴുതിയ ഈ എക്സ്പ്രഷനിൽ വൈക്ക് പകരം വൈനെ റീപ്ലേസ് ചെയ്തിട്ട് x കൊടുത്താൽ മതി. വൈക്ക് പകരം x കൊടുത്താൽ നമുക്ക് x/4 എന്ന് കിട്ടും. അപ്പോൾ ഇതായിരിക്കും ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ്. എല്ലാ ചോദ്യത്തിലും ഈ ടൈപ്പിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. ഈ ഒരു ഐഡിയ മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ റെഡി, അടുത്ത ചോദ്യം നോക്ക്. ഒരു കോമ്പോസിഷൻ്റെ ക്വസ്റ്റ്യൻ കൂടി തരാം. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക് ആയിരുന്നു കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻ. സിമ്പിളാണ്, പെട്ടെന്ന് എഴുതാൻ പറ്റും. ചോദ്യം f(g)ഉം g(f)(x) ആണ്. ഓക്കെ, f(g)(x) എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ഈസ് മീൻ ബൈ f(g)(x). ഇങ്ങനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? g(x) ഇവിടെ ഉണ്ടല്ലോ. g(x) നിങ്ങൾക്ക് അറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ദിസ് ഈസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ കേട്ടോ, GIF. f ഓഫ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് x ഇങ്ങനെയുള്ളത്. ഇനി സിമ്പിളാണ്, വെരി ഈസി. f(x) ആണെങ്കിൽ cos x ആണ് ആൻസർ. അതായത് ഇവിടെ എന്താണോ ഉള്ളത് അത് കോസിന് ശേഷം വരും. f(x) ആണെങ്കിൽ cos x ആണെങ്കിൽ അത് cos x. ഇവിടെ എന്താണോ ഉള്ളത് അത് കോസിന് ശേഷം വരും. പക്ഷേ ഇവിടെ f(x) അല്ല, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് x ആ. പ്രശ്നമല്ല, കോസിന് ശേഷം അത് വന്നാൽ മതി. അതായത് കോസ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് x എന്ന് വന്നാൽ മതി, ആൻസറേ. ഈസി. രണ്ടാമത്തത് f(g)(x) പോലെ തന്നെ g(f)(x). ഇതെങ്ങനെയാണ് നമ്മൾ എഴുതുക? g(f)(x) ഇങ്ങനെ എഴുതും. ഇതും ഈസിയാണ്. വാട്ട് ഈസ് f(x)? f(x) എന്ന് പറഞ്ഞാൽ cos x ആണ്. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടത് g(cos x) ആണ്. g(cos x). അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും? നിങ്ങളൊന്ന് പറ. g(x) ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഓഫ് x, അതായത് ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ ഉള്ളത് എന്തോ അത് വരുന്നുണ്ട്. ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ ഉള്ളത് എന്തോ അത് വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അത് ഈ ഇവിടെ g(x) എന്താണോ ഇതിൻ്റെ ഉള്ളിലുള്ളത് അത് ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ഇവിടെ cos x അല്ലേ ഉള്ളത്. അപ്പോൾ ആ cos x എന്ത് ചെയ്താൽ മതി? സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇട്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് g(f)(x) കിട്ടി. സിമ്പിൾ. അപ്പോൾ f(g)(x)y, g(f)(x)y ആൻഡ് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യണം, പഠിക്കണം. ആൻഡ് നിങ്ങൾ ഈ ചാപ്റ്റർ ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് കണ്ടന്റ് ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ എഡ്യൂപോർട്ടിൻ്റെ ലൈവിൽ നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച അല്ല അതിന് മുമ്പത്തെ ആഴ്ച കഴിഞ്ഞ ഒരു ലൈവ് ഉണ്ട് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൻ്റെ, അത് കാണുക, അടിപൊളിയായിട്ട് പഠിക്കുക. വീണ്ടും കാണാം.